ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മിനി ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ചെടികളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ചെടിയുടെ പേരാണ് റുസെല്ലിയ സിംപ്ലെക്സ് പ്ലാന്റ്. അപ്പോൾ നമ്മുടെ പൂവ് പിങ്കും വൈറ്റും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ളത് പിങ്ക് കളറുള്ള പൂവാണ്. ഇത് 3 ഫീറ്റ് വരെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ നാറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് മെക്സിക്കയാണ്. ഈ ചെടിയാണ് ചെമ്പരത്തി. ഇതിനെ നമ്മൾ മൊട്ടു ചെമ്പരത്തി അല്ലെങ്കിൽ മുളക് ചെമ്പരത്തി എന്ന് വിളിക്കാറുണ്ട്. പൂക്കൾ പൂർണ്ണമായിട്ട് വിടരാത്തതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മൊട്ടു ചെമ്പരത്തി എന്ന് വിളിക്കുന്നത്. സൺലൈറ്റ് കൂടുതലുള്ള സ്ഥലത്താണ് ഇതിനെ നമ്മൾ നട്ട് വളർത്തുന്നതെങ്കിൽ നമുക്ക് കുറേ പൂക്കൾ കിട്ടും. കുറേ പൂക്കൾ ഉണ്ടാവും. ബ്രൈറ്റ് റെഡ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ നാറ്റീവ് പ്ലേസും മെക്സിക്കയാണ്. പിന്നെ അടുത്ത് വരുന്നത് കളർ ചെടിയാണ് കോളിയസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരു കലാഞ്ചിയാണ്, റെഡ് കളർ ഉണ്ടാവുന്ന പൂവാണ്. അടുത്തത് നമ്പ്യാർ വട്ടമാണ്, വെള്ള പൂവാണ് ഉണ്ടാവുന്നത്. ഇത് ഓർക്കിഡാണ്. ഇപ്പോൾ പൂവ് കാണുന്നില്ല. പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കുന്നതാണ് ഓർക്കിഡിൽ. പിന്നെ അടുത്തതും കളർ ചെടിയാണ്. നമുക്ക് കളർ ചെടി കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ കുറേതൊക്കെ അല്ലാതെ തന്നെ പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെടിയുടെ പേര് മെക്സിക്കൻ ഹേദർ എന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആദ്യമേ സ്ഥിരമായി ഉണ്ടാവുന്ന എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കൂടുതൽ കണ്ടത് ഈ ഒരു ടൈപ്പ് ചെടിയാണ്. ഈ മണീൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഹേദർ എന്ന് വിളിക്കുന്നത്. കുറേ പൂവ് അറ്റ് എ ടൈം ഉണ്ടാവും. ഇത് സാധാരണയായിട്ട് വൈകുന്നേരങ്ങളിൽ കൊഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. ഇത് റെഡ് ഒറാക്ക് എന്ന് വിളിക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ഞാൻ പരിസ്ഥിതി ദിനത്തിൽ നട്ട ഒരു മാവാണ് ഇത്. ഇതിൻ്റെ അപ്ഡേഷൻ പറയുവാണെങ്കിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയും കൂടുതൽ ഇലകൾ വരേണ്ട പണിപ്പുരയിലാണ് മാവുള്ളത്. ഈ ചെടിയുടെ പേരാണ് ബിഗോണിയ. ഇതൊരു ചെറിയൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കൂർഗിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പരത്തിയാണ്. ഇത് മഞ്ഞ കളറിലെ ചെമ്പരത്തിയാണ് ഉണ്ടാവാറുള്ളത്. ഇത് 10 മണി പൂവാണ്. നമ്മുടെ കയ്യിലിപ്പം മഞ്ഞ അതുപോലെ തന്നെ റോസ് കളറിലെ 10 മണിയാണ് ഉള്ളത്. ആദ്യം വൈറ്റും മിക്സഡ് കളറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ. കുറേ പൂവുകളുണ്ട് അറ്റ് എ ടൈം. ഈ ചെടിയുടെ പേരാണ് ബ്ലൂ ഡെയ്സി എന്ന് വിളിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഹാങ്ങിങ് ചെടിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് അല്ലാതെയും കൂടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ബ്ലൂ കളറാണ്. അപ്പോൾ നിറയെ പൂവുണ്ടാവുന്ന, അതായത് ആ ചെടി നിറയെ പൂവുണ്ടാവുകയും ചെയ്യും. ഇതിനെ നമ്മൾ ഫ്ലെയിം വയലറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഫ്ലെയിമിൻ്റെ കളർ ആയതുകൊണ്ടാവാം അതിനെങ്ങനെ വിളിക്കുന്നത്. ഇത് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ യൂസ് ചെയ്യാം. കുറേ അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്രാഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഈ പ്ലാന്റിൻ്റെ പേര് ചൈനീസ് എയർ ഗ്രീൻ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് പ്ലാന്റ് നോക്കി വിളിക്കും. അത് ചിലപ്പം അതിൻ്റെ ആ റെഡ് ഷെയ്ഡ് കൊണ്ടായിരിക്കാം, ഔട്ട്ലൈൻ കൊണ്ടായിരിക്കാം. ഇതും അടുത്ത ഒരു കളർ ചെടിയാണ്. 2 കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ടൈപ്പ് ഗ്രാസ് ആണ്. ഇത് കുറച്ച് ഭാഗം മാത്രം നട്ട് കഴിഞ്ഞാൽ ബാക്കി ഇത് കവർ ചെയ്യും. അത്രയും ഇത് സ്പ്രെഡ് ആയിരിക്കും. ഇത് പണ്ട് മുതലേ കാണുന്ന ചെടിയാണ്. ഇതിൻ്റെ പേരാണ് വാൾഫോർ അറേലിയ എന്ന് പറയുന്നത്. ഈ ചെടിയുടെ പേരാണ് രാജീവനി. നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിനുള്ളത്. നമ്മളിത് സാധാരണ ഉപയോഗിക്കുന്നത് ഓണത്തിന് പൂവ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളിത് മുറിച്ചിട്ട് പൂക്കളത്തിൽ ഇടാറുണ്ട്. ഇത് 4 മണി പൂവാണ്. ഇതിന് പല കളറുണ്ട്. നമ്മളെ കയ്യിലുള്ളത് ഈ ഒരു കളറാണ്. ഇതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വിത്ത് കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ താഴെ വീണ് പിന്നെ ചെടികളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കളക്ട് ചെയ്തിട്ട് നട്ടാലും മതിയാവും. ഈ ചെടിയുടെ പേരാണ് വേലിയേരി ചെടി എന്ന് പറയുന്നത്. അപ്പം എല്ലാ കാലവും പൂ തരുന്ന ഒരു ചെടിയാണ് ഇത്. ഇത് നമ്മുടെ കിണ്ടിപ്പൂവ് എന്നാണ് പറയുന്നത്. കാക്കപ്പൂവിനൊരു ഹൈബ്രിഡാണ്. ഇത് നമ്മുടെ കൃഷ്ണകിരീട് അല്ലെങ്കിൽ കൃഷ്ണമുടി എന്ന് വിളിക്കുന്ന റെഡ് കളറിലുള്ളൊരു ചെടിയാണ് ഇത്. ഇത് നമ്മുടെ കാക്കപ്പൂവിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള കിണ്ടിപ്പൂവാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് പൂവൊക്കെ എടുത്ത് വെറുതെ ഷോ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വൈസ്. ഇതാണ് നമ്മുടെ ആകാശമുല്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇല വളരെ യുണീക്കാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇത് നമ്മളിങ്ങനെ പടർന്നു പോകുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. ഇതിന് കുറേ മുട്ടകളുണ്ടാവും, പിന്നെ കുറേ പൂക്കളുണ്ടാവും. ഇത് വർഷം മുഴുവൻ പൂവണിയുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ഡാർക്ക് റെഡ് കാണുന്ന പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ചെടിയാണ് ഇത്.
ഇതാണ് സൺസെറ്റ് ബെൽ എന്ന് പറയുന്നത്. നമ്മൾ സൺസെറ്റ് സമയത്ത് നമ്മൾ കാണുന്ന കളർ ഇങ്ങനെ മിക്സ്ഡ് റെഡും അതുപോലെ ഓറഞ്ചും. അപ്പോൾ ആ ഒരു അതുകൊണ്ടായിരിക്കാം ഇതിനെ സൺസെറ്റ് ബെൽ എന്ന് വിളിക്കുന്നത്. വളരെ ഡാർക്ക് കളറിൽ കാണുന്നതാണ്. ഇതൊരു കുറ്റിച്ചെടി ടൈപ്പ് ചെടിയാണ്. ഇതും ഇങ്ങനെ ബ്രാഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൽ ചിലതിലൊന്നും പൂവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ that's all about my little garden. Thank you for watching my video.